ഹേ ഗൈസ്, വെൽക്കം ടു മൈ പ്രാഗ് വ്ലോഗ്. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം തോന്നിയത് ജർമ്മനിയിലെത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ ചാനലൊക്കെ തുടങ്ങി കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടും മറ്റുള്ളവർ പറയുന്നത് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് കൊണ്ടും ഞാൻ അന്ന് ആ ചാനൽ അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് അവിടുന്ന് 1.5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് അതെനിക്ക് ചുമ്മാ ഒരു ആഗ്രഹമായിരുന്നില്ല. ഇപ്പോഴും എനിക്കതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്യായിരുന്നു ആ ചാനൽ. എന്തിന് ഞാനത് അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളത് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി എനിക്ക് തന്നെയല്ലേ സാധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ പുതിയ ചാനലാണിത്. അപ്പം ചാനലിന് വേണ്ടി വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഞാൻ ഒരു 2 വീക്സ് മുമ്പ് പ്രാഗ് പോയിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ എനിക്കത് ഒട്ടും തന്നെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് കൊണ്ടും പിന്നെ ഭയങ്കര ടയേർഡായതുകൊണ്ടും എനിക്ക് പല വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ട്രിപ്പിലെടുത്ത വീഡിയോസ് പലതും എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയ ഒരു വ്ളോഗാണിത്. സ്റ്റാർട്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ് ഇത്. അതുകൊണ്ട് എനിക്കത് അങ്ങനെ ഡിലീറ്റ് ചെയ്യാനൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന്. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നായിരിക്കും, യൂറോപ്പിലെ എല്ലാ കൺട്രീസും വൺസെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല. ഞാൻ പുറത്തേക്ക് പഠിക്കാൻ പോവാ എന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് ചൂസ് ചെയ്തിരുന്ന കൺട്രി എന്ന് പറയുന്നത് UK ആയിരുന്നു. എനിക്ക് ഓഫർ ലെറ്ററൊക്കെ വന്നു. പക്ഷേ കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നപ്പം പിന്നീട് അവിടെ നിന്നുള്ള എൻ്റെ പ്രോസസ്സൊക്കെ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഓക്കെ എന്നാൽ ജർമ്മനി ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിലോട്ട് വരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ രാജ്യത്തിനെ പറ്റി കൂടുതൽ അറിയുന്നതും സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളൊക്കെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ നല്ലൊരു ചാൻസാണ്. നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നതിനേക്കാളും യൂറോപ്യൻ കൺട്രീസിൽ ഏതെങ്കിലും ഒരു കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഞാൻ ഒരു രാജ്യങ്ങളിലേക്ക് പോകാനോ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാനിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഇയർ അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു. പുതിയൊരു കൺട്രി, അപ്പം ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചും അങ്ങനെയൊക്കെ വരുന്നൊരു സമയമായിരുന്നു. അപ്പം ട്രിപ്പ് പോകാമെന്നുള്ളത് എൻ്റെ പ്രയോറിറ്റിയിൽ ഇല്ലായിരുന്നു. പിന്നീട് കുറച്ച് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പല ഓഫേഴ്സും കാര്യങ്ങളൊന്നും നമ്മളൊരു എംപ്ലോയി ആയി മാറിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയം നമ്മൾ മാക്സിമം എല്ലാ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി നമുക്ക് പറ്റാവുന്നതൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി അങ്ങനെ പ്ലാൻ ചെയ്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു നഷ്ടമായിരിക്കുമെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അങ്ങനെയാണ് ഈ വർഷം തൊട്ട് രാജ്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ പോയത് ഇറ്റലി ആയിരുന്നു. ഇറ്റലിയിൽ പാരീസ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നീട് ലക്സംബർഗ്, ഇപ്പോൾ പ്രാഗ്. ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഞാൻ തിരിച്ച് വർക്കിന് ചെന്നപ്പം എൻ്റെ സ്റ്റോറീസ് എല്ലാം കണ്ട് കൊളീഗ്സ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്, എവിടെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേ ചെയ്തിരുന്നില്ല, ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ് പോയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ 1 ഡേ ട്രിപ്പ്, പ്രാഗ് പോലുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലൊക്കെ സ്റ്റേ ചെയ്യണ്ടേ. അപ്പോഴായിരുന്നു ട്രിപ്പിനെ പറ്റി കൂടുതൽ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പൊതുവേ യൂറോപ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണിയെടുക്കുന്നതേ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. പൊതുവേ നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കുക, സേവ് ചെയ്യുക, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ലൈഫിന് എത്രത്തോളം നമ്മൾ ആഘോഷിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെ കാര്യമല്ല, ഒരുവിധം ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇവരുടെ പോലെ നമുക്ക് ജീവിതമൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും നമ്മളെ ചുറ്റിനുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തും നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. പ്രാഗിലെ പല സ്ഥലങ്ങൾ കാണിച്ചു തന്നും ഞാൻ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഏതെങ്കിലും രീതിയിലേക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്.
എൻ്റെ വരും വീഡിയോസിൽ ജർമ്മനിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.